ബോട്ടോക്സ് ചികിത്സ ഇതറിയാത്തായിട്ട് ആരും ഉണ്ടാവില്ല. പല ഫിലിം സ്റ്റാർസും പുറത്തെല്ലാം പോയിട്ട് മുഖത്ത് ചുളിവിനും കണ്ണിന് ചുറ്റുള്ള ചുളിവിനുമായിട്ട് ബോട്ടോക്സ് ചികിത്സ കൊടുക്കാറുണ്ട്. പക്ഷേ ലോകത്ത് ആദ്യമായിട്ട് ഈ ബോട്ടോക്സ് ചികിത്സ തുടങ്ങിയത് കോങ്കണ്ണിനായിരുന്നു. പല ആൾക്കും കണ്ണിങ്ങനെ കോങ്കണ്ണ് പോലെ ആവും. ഇങ്ങനെയുള്ളതിനായിരുന്നു ആദ്യമായിട്ട് 1970s ഈ ബോട്ടുലിനം ടോക്സിൻ അല്ലെങ്കിൽ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ആദ്യമായിട്ട് കൊടുത്തത്. അതിപ്പോഴും ഇഫക്റ്റീവാണ് കോങ്കണ്ണുള്ള ആൾക്ക്. പിന്നെയാണ് നമ്മുടെ ഈ കോസ്മെറ്റിക് തെറാപ്പി. നമ്മൾ പലപ്പോഴും ചുളിവുകളും അല്ലെങ്കിൽ മുഖം ഒരു വശത്തേക്ക് കൂടുക, കണ്ണ് ഇതായി പോവുക, റിങ്കിൾസ് കൂടുക, ഇങ്ങനെയുള്ള പലതരം മുഖത്തെ ഒരു ഈ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ബോട്ടോക്സ് ചികിത്സ കൊടുക്കുന്നു. പിന്നെ ന്യൂറോളജിയിൽ ധാരാളം തരം ഇൻഡിക്കേഷൻസ് ഈ ബോട്ടോക്സ് കൊടുക്കാൻ. ഉദാഹരണം പറയാം, ഇപ്പോൾ പലർക്ക് ഹെമിഫേഷ്യൽ സ്പാസം, മുഖം അങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ വെട്ടി വരുന്നൊരു അസുഖമാണ്. കണ്ണ് ഇങ്ങനെ അടഞ്ഞു വരും, മുഖം ഇങ്ങനെ ഒരു വശത്തോട്ട് പോകും. ഹെമിഫേഷ്യൽ സ്പാസം, ഇതിന് ബോട്ടോക്സ് ചികിത്സ ഫലപ്രദമാണ്. അതുപോലെ തന്നെ വേറെ ചില ആൾക്ക് പെട്ടെന്ന് കണ്ണിങ്ങനെ ചിമ്മി വരുന്ന ബ്ലിഫറോസ്പാസം, കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും കണ്ണിങ്ങനെ കൈകൊണ്ട് തുറന്ന് കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ പേരാണ് ബ്ലിഫറോസ്പാസം. ഇതിനും തന്നെ കണ്ണിന് ഒരു ഇൻസുലിൻ സിറിഞ്ച് വെച്ചിട്ട് വളരെ ചെറിയ ഡോസിൽ 2.5 മുതൽ 5 യൂണിറ്റ് വരെ പല ഭാഗത്തായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കണ്ണിൻ്റെ അടഞ്ഞു പോകുന്നത് മാറി കണ്ണ് നോർമലായിട്ട് വരും. ബ്ലിഫറോസ്പാസം. വേറെ ഒന്നാണ് ചില ആൾ കഴുത്ത് ഒരു വശത്തോട്ട് ഇങ്ങനെ പോകുന്നൊരു അസുഖമുണ്ട്, ടോർട്ടിക്കോളിസ് അല്ലെങ്കിൽ ബാക്കിലേക്ക് റിട്രോകോളിസ്, മുന്നോട്ട് പോവുക, സൈഡിലേക്ക്, അങ്ങനെ പലതരം കഴുത്ത് ഒരു വശത്തേക്ക് വെട്ടി വരുന്ന അസുഖമാണ്. പൊതുവെ പറയുന്നതാണ് ടോർട്ടിക്കോളിസ് അല്ലെങ്കിൽ ഡിസ്റ്റോണിയം. ഇതിനും തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഏതൊക്കെ മസിൽസാണ് അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് ആ മസിൽസിന് ഇഞ്ചക്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ ചില ആൾക്ക് നമ്മുടെ EMG വെച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വെച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വളരെയധികം ഇഫക്റ്റീവായിരിക്കും. വേറൊരു ഇൻഡിക്കേഷനാണ് വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത്. പല കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വായിൽ നിന്ന് ഉമിനീര് ധാരാളമായിട്ട് വരും. അവർക്കും തന്നെ ഇവിടെയുള്ള ഗ്രന്ഥിക്ക് ബോട്ടുലിനം ടോക്സിൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് കുറയും, അങ്ങനെ ഉമിനീര് വളരെയധികം കുറയും. ട്രൈജനൽ ന്യൂറാൾജിയ, മുഖം വളരെ ശക്തിയുള്ള വേദനയുള്ള ആളുകളുണ്ട്. വളരെ ശക്തി തൊടുമ്പോഴെല്ലാം, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോഴേ, മുഖം കഴിയുമ്പോഴേ, സംസാരിക്കുമ്പോഴേ, ഭക്ഷണം കഴിക്കുമ്പോൾ വരുന്ന മുഖത്തെ ഏതെങ്കിലും ഒരു സൈഡ് വേദനയുണ്ടാവും. ട്രൈജനൽ ന്യൂറാൾജിയ, അതിനും തന്നെ ഈ ബോട്ടുലിനം ടോക്സിൻ ഇഫക്റ്റീവാണ്. ചില വിട്ടുമാറാത്ത തലവേദന, സാധാരണ തലവേദന കൊണ്ട് എഫക്റ്റീവാകാത്ത ഇങ്ങനെയുള്ള ആൾക്കും തന്നെ തലയുടെ പല മസിൽസിനും, അതായത് ഇവിടെയുള്ള ഈ ഫ്രോണ്ടാലിസ് മസിൽ, ടെമ്പറാലിസ് മസിൽ, ഇവിടെയുള്ള മസിൽസെല്ലാം കറക്റ്റായിട്ടുള്ള ഡോസിൽ കൊടുക്കുകയാണെങ്കിലും തലവേദന FDA അമേരിക്കയിലെ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഈ മൈഗ്രെയിനിലെ ബോട്ടോക്സ് ചികിത്സ. പലപ്പോഴും ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്ട്രോക്കിനാണ്. പക്ഷാഘാതം വന്ന ശേഷം പല ആളുകളും കൈയെല്ലാം ഇങ്ങനെ, ഇവിടെ നല്ല ബലം ഉണ്ടാകും, പക്ഷേ കൈ ഇങ്ങനെ ബലം പിടിച്ചിട്ടായിരിക്കും. ഇവർക്ക് കൈ നീർത്താൻ പറ്റില്ല, പൊക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആൾക്ക് നമ്മൾ ഏതൊക്കെ മസിലാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒന്നുകിൽ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ EMG നീഡിൽ വെച്ചിട്ടോ ആ മസിലിലോട്ട് കറക്റ്റായിട്ടുള്ള മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് ലൂസാവും. ലൂസായ ശേഷം പിന്നെ ഫിസിയോതെറാപ്പി എക്സസൈസും ചെയ്യണമെങ്കിൽ വളരെയധികം മാറ്റം വരും. അതുപോലെ തന്നെ കുട്ടികൾക്ക് സെറിബ്രൽ പാൾസി, കുട്ടികൾക്കും തന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, കുട്ടികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, പക്ഷെ പലപ്പോഴും കൈയും കാലും ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്ക് നമ്മൾ അതൊന്ന് ടൈറ്റ് ലോക്ക് ചെയ്ത പോലെയാണ് കൈ, അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക്, എന്നിട്ട് അതിന് കൂടെ ഫിസിയോതെറാപ്പിയും ചെയ്യുകയാണെങ്കിൽ വളരെയധികം മാറ്റം വരും. അവിടെ നടത്തം ഇമ്പ്രൂവ് ചെയ്യും, കൈയിനും കാലിനുള്ള ഇതും ഇമ്പ്രൂവ് ചെയ്യും. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഒരു 10-15 വയസ്സിൽ അവരിങ്ങനെ കൈ ബലം പിടിച്ചു കൊണ്ടുവരും. അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും ഓപ്പറേഷനേ പറ്റുള്ളൂ. എങ്കിലും ഒരു 2 വയസ്സിൻ്റെ മുകളിലുള്ള ഈ സെറിബ്രൽ പാൾസിലുള്ള കുട്ടികളിൽ ഇഫക്റ്റീവായിട്ട് ബോട്ടുലിനം ടോക്സിൻ അല്ലെങ്കിൽ ബോട്ടോക്സ് കൊടുക്കാം. അതുപോലെ തന്നെ അതിന് കൂടെ ഫിസിയോതെറാപ്പിയും ചില കേസിൽ ചിലപ്പോൾ മൈനർ ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നേക്കാം. അത് വളരെയധികം നിർബന്ധമായിട്ടും കുട്ടികൾ കൊടുക്കേണ്ടതാണ്. അത് റീഹാബിലിറ്റേഷനും പീഡിയാട്രിഷ്യനും അത് നിർബന്ധമായിട്ട് അത് അഡ്വൈസ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയിൽ അവർ കൈയും കാലും ഇങ്ങനെ കോച്ചിപ്പോയി നടക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വീൽ ചെയർ ബൗണ്ട് ആയിട്ടുള്ള ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. ഓസ്ട്രേലിയയൊക്കെ 2 വയസ്സ് വരെ അവർ വെയിറ്റ് ചെയ്യുള്ളൂ. 2 വയസ്സിന് ശേഷം ഈ കുട്ടികൾക്ക് ബോട്ടുലിനം ടോക്സിൻ കൊടുക്കേണ്ടതാണെങ്കിൽ അവർ അസസ് ചെയ്തിട്ട് അവർ നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ ആ ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പോൾ സെറിബ്രൽ പാൾസി ബോട്ടുലിനം ടോക്സിന് പ്രധാനപ്പെട്ടൊരു ഇൻഡിക്കേഷനാണ്. പക്ഷാഘാതം അല്ലെ സ്ട്രോക്ക് വന്ന ശേഷം കൈയിനും കാലുണ്ടാകുന്ന ബലം പിടുത്തം, കാല് വലിച്ച് നടക്കുമ്പോൾ ചില ആൾക്ക് കാലിങ്ങനെ താഴെ കുത്താൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ കാഫ് മസിൽസിന് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ കാല് നോർമലാവും. അപ്പോൾ ഏതൊക്കെ മസിൽസാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്, കൂടുതൽ സ്പാസം വരുന്നത്, ആ സ്പാസുള്ള മസിൽസിന് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാം. വേറെ ഒന്നാണ് ചില ആൾക്ക് ഈ കയ്യിൽ ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവും, ഭയങ്കര വിയർപ്പുണ്ടാവും.
അങ്ങനെയുള്ള ആൾക്കൊന്നും ഇവിടെ ഒരു നെർവ് ബ്ലോക്ക് കൊടുത്ത ശേഷം നമ്മൾ ആ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ അല്ലെങ്കിൽ ആക്സിലിലെ കഷത്തോ നമ്മൾ ഈ ബോട്ടിലും ടോക്സിനും കൊടുക്കുകയാണെങ്കിലും വളരെയധികം മാറ്റം വരും. ഇങ്ങനെ ധാരാളം ഇൻഡിക്കേഷൻ ഉണ്ട്. എല്ലാതരം സ്പെഷ്യാലിറ്റിയിൽ ഇത് കൊടുക്കാറുണ്ട്. യൂറോളജി ചിലപ്പോൾ മൂത്രമല്ലാതെ പോകുന്ന രോഗികൾക്ക് യൂറോളജിസ്റ്റ് അവരുടെ സിസ്റ്റോസ്കോപ്പി ചെയ്തിട്ട് അതിനകത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുക. ഈസോവെജൽ സ്പാസം അല്ലെങ്കിൽ അക്കലേഷ്യ കാർഡ് അതിൽ തന്നെ എൻഡോസ്കോപ്പ് വഴി ഇവിടെ അന്നനാളം ഇങ്ങനെ ടൈറ്റായി നിൽക്കുകയാണെങ്കിൽ അവിടെ ഇഞ്ചക്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ പലതരം ഡിസ്റ്റോണിയസ് കൈയെല്ലാം ഇങ്ങനെ കോച്ചി ഉണ്ടാവും. അപ്പോൾ ഏത് മസിലാണ് ആ കോച്ച് എന്ന് നോക്കിയിട്ട് അവിടെ കൊടുക്കുകയാണെങ്കിൽ അത് നോർമലാവും. ചിലർക്ക് വായ തുറന്നുകൊണ്ടിരിക്കും എപ്പോഴും, അല്ലെങ്കിൽ വായ അടച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പല്ല് കടിച്ച് എപ്പോഴും പല്ല് കടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കും ആ മസിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ മസിൽസിന് ബോട്ടിലും ടോക്സിൻ, ബോട്ടോക്സിന് പല ബ്രാൻഡുണ്ട്. ബോട്ടോക്സ്, ഡിസ്പോട്ട്, നെബോട്ട, സിയോമിൻ, BTX അങ്ങനെ പലതരം ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബ്രാൻഡ് കൊടുത്ത് അത് കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഇഫക്റ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇതിനൊരു 3 മാസം മുതൽ 6 മാസം വരെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം വീണ്ടും കൊടുക്കേണ്ടി വരും. പക്ഷേ പലപ്പോഴും ഈ കുട്ടികൾക്കെല്ലാം സെറിബ്രൽ പാൾസി കുട്ടികൾക്കെല്ലാം ഇവരുടെ കൈയൊക്കെ ഒന്ന് ടൈറ്റുള്ള ഒന്ന് ലൂസാക്കി കൊടുത്ത് കഴിഞ്ഞാൽ അവർ പലപ്പോഴും നോർമലായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഒരു കൊല്ലോ 2 കൊല്ലോ കൂടുമ്പോഴേക്കേ ചില ആൾക്ക് ആവശ്യം ഉണ്ടാവാറുള്ളൂ. പലപ്പോഴും ഈ ഹെമിഫേഷ്യൽ സ്പാസ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ 3 മാസം ഒരിക്കലും വരാറില്ല. ആളുകൾ 6 മാസം 1 കൊല്ലം കഴിഞ്ഞിട്ടേ പലപ്പോഴും വരാറുള്ളൂ. ചില ആൾക്ക് കൂടുതൽ കാലത്തേക്ക് അതിൻ്റെ എഫക്റ്റ് നീണ്ടു നിൽക്കാം. ടോട്ടിക്കോൾസുള്ള ആൾക്ക് പലപ്പോഴും 1 മിനിറ്റ് വരെ ആൾക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് കഴുത്ത് നോർമലായി ആൾക്കാർ നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ലോകം മുഴുവനും ഉപയോഗിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ബോട്ടോക്സ് ചികിത്സ. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് കോസ്മെറ്റിക്സ്, അതായത് ഈ ചുളിവുകളും അതുപോലെ തന്നെ ഫ്രൗണിങ്ങും ക്രോഫിറ്റ്, കണ്ണിന് ചുറ്റുമുള്ള ഇങ്ങനെ ഒരു ഇവിടെയുള്ള ചെറിയ ഇങ്ങനെ വര പോലെ തോന്നുക ക്രോഫിറ്റ്, റിങ്കിൾസ്, അതുപോലെ പലതരം ഫ്രൗൺ ലൈൻസും ഇതെല്ലാം. അപ്പോൾ ഇതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ അത് എല്ലാ മേജർ ഹോസ്പിറ്റലിലും ഇത് അവൈലബിൾ ആണ്. മെഡിക്കൽ കോളേജിൽ അവൈലബിൾ ആണ്. ഫിസിയോതെറാപ്പി സെക്ഷൻ, ഫിസിയാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. പല ഹോസ്പിറ്റലിലും അവൈലബിൾ ആണ്. അത് കുട്ടികളെ നിർബന്ധമായിട്ടും 2 വയസ്സിന് ശേഷം കൈയും കാലും കോച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബോട്ടിലും തെറാപ്പി, ഫിസിയോതെറാപ്പിയുടെ കൂടെ നിർബന്ധമായിട്ട് അഡ്വൈസ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത് ബോട്ടോക്സ് തെറാപ്പിയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. ഓക്കെ, ബൈ.